ഹംസകിടാവിനെ കാണുന്നില്ല. ഞാൻ അവളെ എല്ലായിടത്തും നോക്കി. വാ സുബല, ഇരിക്ക്. നീ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അവരെ ഞാൻ കണ്ടുപിടിക്കാം സുബല. അവര് കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും. നീ എവിടെ ഇരുന്ന് ഇത് കഴിക്ക്. എല്ലാവരും എവിടെ ഇരിക്ക്, ഞാൻ പശുക്കളെ കൊണ്ടുവരാം. കണ്ടോ, മഴ പെയ്യുന്നു. പൊടി കൃഷ്ണ, വല്ലാത്ത ക്ഷീണം. പശുക്കളെ എവിടെയും കാണുന്നില്ല. നിങ്ങൾ എന്നെ സഹായിക്കണം. മധു, ശ്രീത, ചാരു, സുബല, എല്ലാവരും എവിടെയാണ്? ആരാണ് ഈ വികൃതി കാണിച്ചത്? അപ്പോൾ അങ്ങാണല്ലേ ബ്രഹ്മാവ് എന്നോട് കളിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഭൂമിയിൽ വന്നത്. എന്നിട്ടിപ്പോൾ താങ്കളും അതിശയിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്റെ മകനെ കണ്ടുവോ? കൃഷ്ണനും മറ്റു കുട്ടികളും തിരിച്ചെത്തിയില്ല. അവരെപ്പോഴോ തിരിച്ചെത്തേണ്ടതായിരുന്നല്ലോ. നേരെ സന്ധ്യയായി. അമ്മമാരെല്ലാം അവരുടെ മക്കളെ കാത്തിരിക്കുകയാണ്. ഞാൻ ഈ കൗശലത്തിന് കൂട്ടു നിൽക്കില്ല ബ്രഹ്മാവേ. ഈ അമ്മമാർ വേദനിക്കാൻ പാടില്ല. വൃന്ദാവനത്തിലെ ഈ അമ്മമാർ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവരുടെ മകനാകണമെന്ന് ആഗ്രഹിക്കുന്നു. പശുക്കളും കിടാവിനേക്കാൾ എന്നെയാണ് കൂടുതലായി സ്നേഹിക്കുന്നത്. ആരെയും നിരാശപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അവരാഗ്രഹിക്കുന്നത് ഞാൻ അവർക്ക് കൊടുത്തേ തീരൂ. വരൂ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. എല്ലാവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അതാ അവൻ വരുന്നുണ്ട്. എന്തൊരു കാന്തിയാണ് അവന്റെ മുഖത്ത്. മധു, എന്റെ മകൻ മധു കൃഷ്ണനെ പോലെ സുന്ദരനായിരിക്കുന്നു. അതുപോലെ തന്നെ എന്റെ മകൻ സുബലയും. യശോദേ, അവർക്കൊക്കെ എന്തൊരു ശോഭയാണ്. ഇന്ന് അവരെ കാണുമ്പോൾ എന്തൊരു പ്രത്യേകതയാണ്. എല്ലാവരും കൃഷ്ണനെ പോലെ ഉണ്ട്. ശരിയാണ്, എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണൻ കാണാതായ തന്റെ കൂട്ടുകാരുടെ രൂപത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ ദൃശ്യനായി. ദിവസങ്ങൾ സന്തോഷത്തോടുകൂടി കടന്നുപോയി. അതുപോലെ ഋതുക്കളും. ഇക്കാലം അത്രയും ബ്രഹ്മാവ് പശുക്കളെയും ബാലകന്മാരെയും മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു വെച്ചപ്പോൾ കൃഷ്ണൻ വൃന്ദാവനത്തിലെ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു.